പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തിരികെ ഇറങ്ങി വരുമ്പോഴും ആദിയുടെ ചുണ്ടിലൊരു ഹൃദയം നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. പ്രിയക്കത് മനസ്സിലാവുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നിറങ്ങിയതോടെ ഷോപ്പിംഗ് തീർന്ന് വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള പ്രിയയുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് ആദ്യ ഒരു ജ്വല്ലറിയുടെ മുമ്പിലാണ് കാറ് നിർത്തിയത്. ഇതെന്താ ഇവിടെ? പ്രിയ അവനെ മുഖം ചരിച്ച് നോക്കി. ഒരാനയെ വാങ്ങിക്കാൻ വന്നതാ. സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടെ ആദ്യം പറഞ്ഞു. ആ എങ്കിലും ഒറ്റയ്ക്ക് പോയെങ്കിൽ വാങ്ങിയാൽ മതി, ഞാനില്ല. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് ആദ്യം നോക്കി. ഏയ് അത് പറ്റില്ല, എനിക്ക് സെലക്ട് ചെയ്യാൻ അത്രയും മിടിക്കില്ല. കൃഷ്ണ ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. കീ ഊരിയെടുത്തുകൊണ്ടവൻ വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. സത്യം പറയാതിയേട്ടാ, നമ്മൾ എന്തു വാങ്ങിക്കാൻ വന്നാ? ഡ്രസ്സ് വാങ്ങിയതിന് തന്നെ നല്ലൊരു തുകയായിട്ടുണ്ടെന്ന് അവൾക്കറിയാം. ഇനി സ്വർണം വാങ്ങിക്കൂടി അവന്റെ കാശ് കളയാൻ അവൾക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. ആ അങ്ങനെ മര്യാദക്ക് ചോദിക്കുക. അപ്പ ആദ്യമായിട്ട് മര്യാദക്ക് പറഞ്ഞു തരും. ആദ്യ ഒരു ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. എനിക്കും നിനക്കും ഒന്നും വാങ്ങിക്കാൻ വന്നല്ല ഞാനിവിടെ. ആദ്യം അവളെ നോക്കി പറഞ്ഞു. പ്രിയയുടെ മുഖം ചുളിഞ്ഞു. ഇന്ദുലേഖ നിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലേ കൃഷ്ണ? ആദ്യ ചിരിയോടെ ചോദിച്ചു കേട്ടതും പ്രിയ അതേന്ന് തലയാട്ടി. നാളെ അവളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ? ആ സന്തോഷം നിനക്കും ഇല്ലേ? അങ്ങനെയെങ്കിൽ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിനാണിപ്പോൾ നമ്മളിവിടെ വന്നത്. ഇപ്പൊ സംശയങ്ങൾ മാറിയില്ലേ? ഇനി ഇറങ്ങി. ആദ്യം വീണ്ടും അവളുടെ മൂക്കിൻ തുമ്പിലും തട്ടി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുനിഞ്ഞു. പക്ഷേ പ്രിയ സങ്കോചത്തോടെ ആദിയുടെ കയ്യിൽ പിടിച്ചു. പക്ഷേ അവന് മുഖം ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. സ്വർണ്ണമൊക്കെ വേണോ? ഗിഫ്റ്റ് വേറെന്തെങ്കിലും? ഇതിനൊക്കെ ഒരുപാട് പൈസയാവില്ലേ? പ്രിയ ദയനീയമായി അവനെ നോക്കി. ഹലോ, നീ നാളെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകുന്നതേ വെറും ഉണങ്ങി തൊലിഞ്ഞ കൃഷ്ണപ്രിയ ആയിട്ടല്ല, കൃഷ്ണപ്രിയ ആദിത് മഹാദേവായിട്ടാ. അതിന്റെ ഒരു പവർ കാണിക്കേണ്ട എന്റെ ആവശ്യമാണ്. പിന്നെ ഇത്രക്ക് അങ്ങോട്ട് ആകുലപ്പെടാൻ നീയല്ലല്ലോ, ഞാനല്ലേ വില്ലെടുക്കുന്നത്. ആദ്യ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ പ്രിയ അവന്റെ കൈ വിട്ടുകൊണ്ട് തലയാട്ടി. ആ എന്നാ പിന്നെ കൂടുതൽ സെന്റി അടിച്ചിരിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഈ അവളെയൊന്നും പറയാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച പോലെ ആദ്യ വേഗം ഡോറ് തുറന്നിറങ്ങി. അവന് പിറകെ അവളും. ടെക്സ്റ്റൈൽസ് പോലെ തന്നെ വലിയൊരു ഷോപ്പാണത്. കയറി ചെന്നയുടനെ ചിരിയോടെ അവരെ സ്വാഗതം ചെയ്തുകൊണ്ടൊരാൾ അടുത്തേക്ക് വന്നു. മഞ്ഞളിച്ച് നിൽക്കുന്ന വർണ്ണപ്രഭയിലേക്ക് കണ്ണോടിച്ച് നിൽക്കുന്ന പ്രിയയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ആദ്യം മുന്നോട്ട് നടന്നത്. നോക്കിയെടുക്കുക കൃഷ്ണ. സാരികൾക്ക് മുന്നിലേക്ക് വലിച്ചു നിർത്തി പറഞ്ഞ പോലെ തന്നെ ആദ്യം പ്രിയയെ ഏൽപ്പിച്ചു. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രിയ വലിയ കട്ടിയും കനവും ഇല്ലാത്തതിനു വേണ്ടിയാണ് പിന്നെ തിരഞ്ഞത് മുഴുവൻ. പക്ഷെ ആദ്യം മുമ്പേ പറഞ്ഞു കൊടുത്തുകൊണ്ടാണോ എന്തോ അവൾക്ക് മുന്നിൽ വരുന്നതിനെല്ലാം ഭംഗിയും അത്യാവശ്യം കനവും ഉണ്ടായിരുന്നു. ഒടുവിൽ 2 പവനിൽ വളരെ ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ഇറക്കം കുറഞ്ഞ ചോക്കറിൽ പ്രിയ തിരച്ചിൽ മതിയാക്കി. ആദ്യം അത് മാറ്റിവെക്കാൻ ഏൽപ്പിച്ചിട്ട് വീണ്ടും പ്രിയക്ക് നേരെ നോക്കി. ഇനി പോവല്ലേ? അവൾ അവനെ നോട്ടം കണ്ട് ചോദിച്ചു. പോവാം, അതിനു മുന്നേ ചെറിയൊരു ജോലിയുണ്ട്. അവനത് പറഞ്ഞു നിർത്തും മുന്നേ അവൾക്ക് മുമ്പിൽ 2-3 ബോക്സ് നിരന്നു. കട്ടിയുള്ള നീളൻ ചെയിനുകൾ. പ്രിയ നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി. എൻ്റെ മാല എനിക്ക് തിരികെ വേണം. പ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ അവൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന അത്രയും പതി അവനത് പറയുമ്പോൾ അവൾ ഞെട്ടിപ്പോയി. കൈകൾ കഴുത്തിൽ കിടന്നവൻ്റെ മാലയിലേക്ക് നീണ്ടു. വെറുതെ വേണ്ട കൃഷ്ണ, നിനക്ക് പറ്റിയൊരെണ്ണം ഇതിൽ നിന്ന് നോക്കിയെടുക്കുക, ഞാനത് വാങ്ങിത്തരാം, എന്നിട്ട് തിരികെ മതി. ആദ്യം അവളുടെ ഭാവം കണ്ടവൻ ചിരിയോടെ പറഞ്ഞു. ഇത് ഞാൻ തിരികെ തരില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഇടനെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു. തിരിച്ച് ഇങ്ങോട്ടൊരു തരി ഇഷ്ടം പ്രകടമാക്കിയില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നതിനുള്ളൊരു ആശ്വാസമാണിതെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും കഴിയാതെ അവൾ അതേ ഇരിപ്പ് തുടർന്നു. ഒടുവിൽ ആദ്യം തന്നെയാണ് കൂട്ടത്തിൽ മികച്ചൊരു ഇറക്കം കുറഞ്ഞ കട്ടിയുള്ള ചെയിൻ സെലക്ട് ചെയ്തത്. നിനക്കിഷ്ടമായ കൃഷ്ണ എന്നുള്ള ചോദ്യം വ്യക്തമായി കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. മുഖം കുനിച്ചിരുന്നു. മാലയിൽ കുരുത്തിടാൻ താലി വേണ്ട സർ? സെയിൽസ്മാൻ ചിരിയോടെ ചോദിച്ചു കേട്ടതും പ്രിയ പെടച്ചിരിയോടെ ആദ്യം നോക്കി. അവനാകട്ടെ അപ്പോഴും നേർത്തൊരു ചിരിയോടെ അവളെ തിരികെ നോക്കുകയാണ് ചെയ്ത്. ഞൊടിയിടക്കുള്ളിൽ അവർക്ക് മുമ്പിൽ ഭംഗിയുള്ള നിരവധി താലി ലോക്കറ്റുകൾ നിരന്നു. കണ്ണിമ വെട്ടാതെ പ്രിയ നോക്കിയിരിക്കെ അതേ ചിരിയോടെ ആദ്യം തന്നെയാണ് അതിൽ നിന്നൊരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് എടുത്തു നീട്ടിയത്. അതിനെക്കുറിച്ച് അഭിപ്രായമാൻ പ്രിയയോട് ചോദിച്ചുമില്ല. 15 മിനിറ്റ് കൊണ്ട് തന്നെ ബില്ലടിച്ച് കിട്ടി അവർ തിരികെ ഇറങ്ങി. കാറിൽ കയറുമ്പോഴും പ്രിയ ഒന്നും മിണ്ടിയില്ല. അവൾ കഴുത്തിലെ മാലയിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെ ആദിയിലൊരു ചിരിയുണ്ടായിരുന്നു. വീട്ടിൽ പോണോ കൃഷ്ണ? കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആദിയുടെ ചോദ്യം എത്തിയത്. ഏതോ ഓർമ്മയിൽപ്പെട്ട ആലോചനയുടെ കൊടുമുടിയിലായിരുന്ന പ്രിയ പെട്ടെന്ന് കേട്ടതുമില്ല. ഇവിടെ ഒന്നുമല്ല അല്ലേ? അവനൊരു ചിരിയോടെ ചോദിച്ചു. തനിക്കിത് എന്തു പറ്റി കൃഷ്ണ? പോയപ്പോൾ ഉള്ളതിനേക്കാളും മൗനാണല്ലോ ഇപ്പോൾ.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം അവളുടെ വാടിയ മുഖം കണ്ടിട്ട് തന്നെയായിരുന്നു അങ്ങനെ ചോദിച്ച്. ഏയ് ഒന്നുമില്ല. അത് പറയുമ്പോഴും അവൾ അവനെ നോക്കിയില്ല. ഓക്കെ, നിന്റെ വീട്ടിൽ കയറിയിട്ട് പോകണമെന്നാ ഞാൻ നേരത്തെ ചോദിച്ചത്. ആദ്യം വീണ്ടും അവളെ നോക്കി. വേണ്ട. അവരെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അപ്പോഴൊന്നിനും തോന്നാതെ അവൾ മടിച്ചു. വാങ്ങിയ ഡ്രസ്സ് കൊടുക്കണ്ടേ? ആദ്യം ചോദിച്ചു. അത് പിന്നെ ഒരു ദിവസം കൊടുക്കാം, പ്രിയ പറഞ്ഞു. വീടെത്തോളം ആദ്യം പിന്നൊന്നും മിണ്ടിയില്ല. തലേന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലേക്ക് മാറിയുന്നു ദുആമോളുടെ അവസ്ഥ. അതിൻ്റെ ഒരു തിളക്കം ഷമീറിന്റെ മുഖത്ത് തന്നെ കാണാനുണ്ട്. മാളുവിനെ കണ്ടതും ദുആമോളുടെ മുഖം തെളിഞ്ഞു. തൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമോ? അവളെ കണ്ട നിമിഷം തന്നെ ആദ്യം ഷമീർ ചോദിച്ചത് അതായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ കുറിച്ചും മോളെക്കുറിച്ചും. മോളെ നോക്കാനുള്ള ജോലിക്കെന്ന് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്. ചെറിയൊരു ചിരിയോടെ മാളവിക പറഞ്ഞു. ഷമീർ അപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും അവൻ്റെ മനസ്സിൽ നിരവധി കണക്കൂട്ടലുകൾ നടക്കുന്നുണ്ടായിരുന്നു. ദോമോളെ അന്നും മാളു തന്നെയാണ് പരിചരിച്ച്. തലയത്തെ പോലെ തന്നെ ശ്രദ്ധയോടെ വാത്സല്യത്തോടെ അവൾ ഓരോന്നും ചെയ്തു കൊടുക്കുന്നത് നോക്കി ഷമീർ കിടക്കയിലിരുന്നു. ദോമോൾക്കതെല്ലാം പുതുമയുള്ള അനുഭവങ്ങൾ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളതെല്ലാം ആവത് ആസ്വദിക്കുന്നുണ്ട്. മാളു അവളോട് സംസാരിക്കുമ്പോൾ അവളോളം ചെറിയ കുഞ്ഞാവുന്ന് ഷമീർ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അതിനിടയിൽ 2-3 തവണ അവൻ ഓഫീസിൽ നിന്ന് കോൾ വരുന്ന മാളു ശ്രദ്ധിച്ചിരുന്നു. അന്നുകൂടി ലീവ് എടുത്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഒരുങ്ങിയിരുന്നോളം പറഞ്ഞുള്ള ആ വിളികളൊന്നും അവനിലെ പിതാവിനെ തളർത്തിയില്ല. മോളുടെ കൂടെ വൈകുന്നേരം വരെ ഞാനുണ്ടല്ലോ, സാറ് വേണമെങ്കിൽ ഓഫീസിൽ പോയിക്കൊള്ളൂ. മാളുവാണ് അവനോട് ആവശ്യപ്പെട്ടത്. വലിയൊരു പ്രതിസന്ധിയെ വളരെ പെട്ടെന്ന് പരിഹരിച്ച മാളുവിൻ്റെ ആ ആശയം അവനൊരുപാട് ആശ്വാസമായിരുന്നു. രാത്രിയിൽ സഞ്ജുവിനൊപ്പമാണ് ആദി പിന്നെ വന്നത്. അവളെ വീട്ടിലാക്കി ആ വഴി തന്നെ തിരികെ പോയതായിരുന്നു അവൻ. മാധവൻ മാഷ് അവളും കൂടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നതിനിടയിലേക്ക് സഞ്ജുവിനൊപ്പം ആദി കൂടി വന്നിരുന്നോടെ ഒരു ഓളമുണ്ടായി. ഏറെ നേരം അവർ വീണ്ടും ഓരോ കാര്യം പറഞ്ഞിരുന്നു. നാളത്തെ കല്യാണത്തിന് പോണില്ലേ എന്ന് മാഷ് ആദിയോട് ചോദിച്ചു. മുത്തച്ഛൻ വരുന്നുണ്ടോ എന്നവൻ തിരിച്ചു ചോദിച്ചപ്പോൾ നീയും നിന്റെ ഭാര്യയും പോകുന്നതാണ് അതിന്റെ ഭംഗിയെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ഒഴിഞ്ഞു മാറി. മാഷിനെ രാജീവ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ച സന്തോഷത്തോടെയാണ്. കഴിച്ചു കഴിഞ്ഞതും മാഷി കിടക്കാൻ പോയി. കൂട്ടുകാരുടെ നമ്പരും തന്നേ. പെട്ടെന്ന് സഞ്ജോതി ചോദിച്ചപ്പോൾ പ്രിയക്കൊപ്പം ആദ്യം നെറ്റി വിളിഞ്ഞു. അതെന്തിനാടാ? ആദ്യമാണ് ചോദിച്ചത്. ആളെങ്ങനെ വെറുതെ വിടാനൊക്കെ ഇല്ലല്ലോ. ഇവിടെ വരെയും വന്ന് കല്യാണം വിളിച്ചു പോയിട്ട് എന്നെ ഒന്ന് ഫോണിൽ വിൽക്കാൻ വേണ്ടി തോന്നിയില്ലല്ലോ. ഒന്നുമില്ല, എൻ്റെ പെങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇന്ദുവിനോടുള്ള കരിപ്പ് മുഴുവൻ ആ ചോദ്യം ചോദിച്ച് ആദ്യോട് തീർക്കും പോലെ സഞ്ജു അവന് നേരെ ചാടി. അല്ല സഞ്ജു, അവള് ഓർത്ത് കാണില്ല, അതാവും. പ്രിയ ഇന്ദുവിന് വേണ്ടി വെറുതെ ഒന്ന് വാദിച്ചു. അതൊന്നും ഓർമ്മിക്കാൻ തന്നെയാ ഞാൻ വിളിക്കുന്നു. ഒരു കല്യാണം കഴിക്കുന്നെന്ന് വെച്ച് ഇത്രയും മറവി പാടില്ലല്ലോ. സഞ്ജു കരിപ്പൂട്ടില്ല. ഞാൻ വാട്സാപ്പിൽ ഇട്ടുതരാം. ഒടുവിൽ പ്രിയ തോൽവി സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് സഞ്ജു വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞത് പ്രിയയും ആദ്യം പരമാവധി അറിഞ്ഞിട്ടും അവൻ അനുസരിച്ചില്ല. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അത് നിങ്ങൾക്ക് തന്നെ ഇനിയും വിശ്വാസമല്ലേ എന്നവൻ നേരത്തെ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ പിന്നെ അവനെ നിർബന്ധിക്കാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ ആദ്യയും പ്രിയയും സമ്മതം മൂളി. ഫോൺ കട്ട് ചെയ്ത് തിരികെ കിടക്കയിലേക്കിട്ട് മറന്നു കിടക്കുമ്പോൾ സഞ്ജു അവനെ തന്നെയായിരുന്നു ഓർത്തിരുന്നത്. എല്ലാവരെയും തനിക്ക് മനസ്സിലാവും, എല്ലാവരുടെയും മനസ്സറിഞ്ഞ് പെരുമാറാനും തനിക്ക് കഴിയും. എന്നിട്ടും എന്തേ അന്ന് ആ പാവംപെണ്ണിൻ്റെ മനസ്സും അതിനുള്ളിൽ തന്നെയുള്ള സ്നേഹവും തനിക്ക് മനസ്സിലാവാതെ പോയത്? ഇന്നിപ്പോൾ അവളുടെ ഓർമ്മകൾ കൊല്ലാതെ കൊല്ലുമ്പോൾ അന്ന് അത്രയും കാണിച്ച അവഗണനയിൽ സ്നേഹമുണ്ടായിരുന്നുവെന്നാണോ അർത്ഥം? അല്ല, സ്നേഹത്തിനൊരിക്കലും അവഗണിക്കാൻ കഴിയില്ല. അവഗണനയ്ക്കൊരിക്കലും സ്നേഹമാവാനും കഴിയില്ലെന്നിരിക്കെ അത് തൻ്റെ അഹങ്കാരമായിരുന്നു. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും അവൾക്കുള്ളിലെ സ്നേഹം അവളെ തന്നിൽ നിന്നും വിട്ടുപോകാൻ അനുവദിക്കില്ലെന്നുള്ള അഹങ്കാരം, അതാണ് ഇന്ന് തകർന്നു പോയത്. അന്ന് അവൾ അനുഭവിച്ച വേദന അളവൊട്ടും കുറയാതെ തന്നെയും നീറ്റുന്നുണ്ട്. തൻ്റെ ഒരു വാക്കിന് വേണ്ടി, നോക്കിന് വേണ്ടി നോമ്പ് നോറ്റ് നടന്നിരുന്നവളെ അന്നെന്ത് ഇത്തിരി പോലും മനസ്സിലാക്കിയില്ല. ഇന്ന് അവളില്ലാത്തൊരു ജീവിതം ശൂന്യമാണെന്ന് ഓർമ്മിപ്പിക്കും പോലെ എത്രയൊക്കെ സന്തോഷവും സമാധാനവും അഭിനയിച്ച് നടന്നാലും ഒറ്റക്കാവുന്ന നിമിഷങ്ങളിൽ തൻ്റെ കണ്ണും മനസ്സും കലങ്ങുന്നുണ്ട്. സഞ്ജു ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവഗണിച്ചുകൊണ്ട് ആ കിടപ്പ് ഏറെ നേരം തുടർന്നു. വിഷമിക്കാതെ ഇന്ദു, ഞാൻ നാളെ വരുമല്ലോ. നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ തലേന്നൊന്നും വരില്ലെന്ന്. നിനക്കറിയാലോ എൻ്റെ ആദ്യം വരുന്ന കണ്ടതും പ്രിയ വേഗം പറയാൻ വന്ന് നിർത്തിക്കൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇന്ദു ആയിരുന്നോ? വാച്ചും വാലറ്റും ഷെൽഫിലേക്ക് വെക്കുന്നതിനിടെ ആദ്യം മുഖം ചരിച്ച് നോക്കിക്കൊണ്ട് പ്രിയയോട് ചോദിച്ചു. ആളൊരു ചിരിയോടെ മൂളി. താനിന്ന് പോവേണ്ടതായിരുന്നല്ലേ? ആദ്യം ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. പ്രിയ അതിനൊന്നും ഉത്തരം പറയാതെ ചിരിക്കുക മാത്രം ചെയ്തു. അവിടെ തൻ്റെ എക്സലവറുള്ളതുകൊണ്ടാണോ താൻ പോവാഞ്ഞ്? ആദ്യ കുസൃതിയോടെ അവളെ നോക്കി. പ്രിയ അവനെ കൂർപ്പിച്ച് നോക്കി. ആരാണ് ആദ്യം നീ തെറ്റായി വിവരം തന്ന്? പ്രിയ ചൊടിയോടെ ചോദിച്ചു. ഇതുള്ളതല്ലേ കൃഷ്ണ? ആദ്യം അവളെ നോക്കി.
രാജീവിന്റെ ലവറായിരുന്നില്ല. ഇന്ദുവിന്റെ കൂടെ എന്നെ കണ്ടിട്ട് തോന്നിയൊരു താല്പര്യ. അയാളിട്ട് മോതിരമാറ്റം വരെ എത്തിയത്. പക്ഷെ എന്തോ ഉദ്ദേശിച്ച പോലെ നടക്കില്ലെന്ന് തോന്നിയതും അയാൾ തന്ന ആ മോതിരം തിരികെ വാങ്ങി. അതോടെ അധ്യായോട് അവസാനിച്ചു. ഇതാണ് ആദ്യൻ്റെ ഒപ്പം പറഞ്ഞ ആ പ്രണയകഥ. അത് പറയുമ്പോൾ അവളിലുള്ള ഭാവം തീർത്തും പുച്ഛമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. രാജീവിന് ഭാഗ്യമുണ്ട്. അവള് നോക്കാതെ അത് പറയുമ്പോഴും ആദ്യക്കൊരു കള്ളത്തരം ഉണ്ടായിരുന്നു. സമ്മതിച്ചു. ആ ഭാഗ്യം ആദ്യൻ്റെ മണ്ണിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആ മോതിരൂരി കൊടുത്തോണ്ട് ഇറങ്ങിപ്പോകുന്ന പോലെ തന്നെ ഞാൻ ഇറങ്ങിത്തരും. ഉള്ളു പിടഞ്ഞിരുന്നു. എങ്കിലും ഉറപ്പോടെ തന്നെ പ്രിയ ആദ്യം നോക്കി പറഞ്ഞു. അത്രയും സിമ്പിളായിട്ട് താൻ ഇറങ്ങിപ്പോകും കൃഷ്ണ. ആദ്യം അവൾക്കരിയിലേക്ക് വന്നു നിന്നിട്ട് ചോദിച്ചു. നിങ്ങൾ ആവശ്യപ്പെട്ട? പ്രിയ നേരത്തെ ഒരു ചിരിയോടെ അവനെ നോക്കി. ഉറപ്പാണോ? അവൻ്റെ ശബ്ദം നേർത്തു. ചുണ്ടിൽ അവൾക്കായി ചിരി വിരിഞ്ഞു. നോട്ടം അത്രമേൽ ആർദ്രമായി. മൂളാൻ കൂടി കഴിയാതെ പകച്ചു നിൽക്കുന്നവളെ നോക്കി പുരികം പൊക്കി കാണിച്ചുകൊണ്ടവൻ ചിരിച്ചു. ഇപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി കൃഷ്ണ. പോവാനാവുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് തോർത്തെടുത്തുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കിടക്കയിലേക്ക് കിടക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ അവൾക്കുള്ളിൽ നുരയുന്നുണ്ടായിരുന്നു. അന്നത്തെ അലച്ചിൽ കൊണ്ടായിരുന്നു. ആദ്യം തിരികെ ഇറങ്ങി വരുമ്പോഴേക്കും ആ ചിന്തകളുടെ ഭാരവും പേറി അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഒരു നിമിഷം ആ ഉറക്കത്തിലേക്ക് നോക്കി നിന്നവന്റെ കണ്ണുകളിൽ അവൾ ആഗ്രഹിച്ചൊരു ഭാവം വിരിയുന്നു. നേർത്തൊരു ചിരിയോടെ അവൾ നോക്കി നിൽക്കുന്നൊന്നും അറിയാതെ അവൾ ഘാട്ടമായ ഉറക്കത്തിലേക്ക് ആണ്ടുപോയിരുന്നു. ആർഭാടം ഒട്ടും കുറയാതെ രാജീവ് ഒരുങ്ങിയിറങ്ങി. കണ്ടിരുന്നവരുടെ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു പോകും വിധം സന്തോഷത്തിലായിരുന്നു അവനും. ഒരേ മുഹൂർത്തം തന്നെയാണ് കുറിച്ച് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 കുടുംബങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരാമെന്നതാണ് തീരുമാനം. ഇന്ദു ഒരുക്കങ്ങളൊട്ടും കുറച്ചിട്ടില്ല. മക്കളുടെ മുഖത്തെ സന്തോഷവും അവരുടെ ആഡംബരവും ജയശ്രീയെയും സന്തോഷിപ്പിച്ചു. ചാരുവിന്റെ കല്യാണത്തിന് കൂടാൻ കഴിയാത്ത കുറവ് കൂടി നികത്തുന്ന പോലെയാണ് രാധാകൃഷ്ണൻ ഓടിപ്പായുന്നത്. കൃഷ്ണ, തീർന്നില്ലേ? പുറത്തുനിന്ന് ആദ്യം വിളിച്ചു ചോദിച്ച് കേട്ടിട്ടാണ് പ്രിയ വാതിൽ തുറന്ന്. പക്ഷേ തൊട്ടുമുന്നിൽ ഒരുങ്ങി നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ശ്വാസം നിലച്ചതുപോലെയായി. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ആദ്യം ഒരുങ്ങിയിരിക്കുന്നത്. തൻ്റെ സാരിയുടെ നിറമുള്ള കരിനീല ഷർട്ടും മുണ്ടും. വലത് കൈയിൽ വാച്ചാണ് ഭംഗിയെങ്കിൽ ഇടത് കൈയിൽ കിടക്കുന്ന സിൽവർ വളയും ഭംഗിയൊട്ടും കുറച്ചിട്ടില്ല. നെറ്റിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മുടിയിഴകളുടെ മറവിൽ ഒളിച്ചതുപോലെ ഒരു ചന്ദനക്കുറി. ആകെ കൂടി ഒരു അടിപൊളി ലുക്ക്. കല്യാണച്ചക്കൻ പോലും മാറി നിൽക്കുന്ന അത്രയും ഒരുങ്ങി നിൽക്കുന്നവൻ അവളെ നോക്കിയപ്പോഴും കുസൃതിയോടെ ചിരിച്ചു. തീർന്നോ? അവൾക്ക് മുമ്പിൽ നിന്നിട്ട് മീശ വിരിച്ചൊരു ചിരിയോടെ ആദ്യം ചോദിക്കുമ്പോൾ പ്രിയ തലകുടഞ്ഞുകൊണ്ട് വേഗം തിരിഞ്ഞു നിന്നു. ഹലോ, കല്യാണം കഴിഞ്ഞ് പോകും കേട്ടോ. ഇങ്ങനെ നിന്നാല് വാ കൃഷ്ണ, നമുക്ക് പോകണ്ടേ? അവളുടെ നിൽപ്പ് കണ്ട് പൊട്ടി വന്നൊരു ചിരി ഒതുക്കി പിടിച്ചിട്ട് ആദ്യം ചോദിച്ചു. ആ, തീർന്നു, പോവാ. അവൾ അവന് നേരെ തിരിഞ്ഞു. ആദ്യം അവളെ നോക്കിയിട്ട് മുഖം ചുളിച്ചു. എന്തേ? പ്രിയ അവളെ ഒന്ന് നോക്കി. താനിതിന് മേക്കപ്പ് കിട്ടുന്ന ഒരുങ്ങ കൃഷ്ണ, എനിക്കൊപ്പം പിടിച്ചു നിൽക്കണ്ടേ? ആദ്യ കളിയോടെ ചോദിച്ചു. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല സർ. പിന്നെ ഈ കോലം കെട്ടിയതിനൊപ്പം പിടിച്ചിരിക്കാൻ ഇത് തന്നെ ധാരാളം. പ്രിയ അവനെ തീർത്തും പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞിട്ടും ആദ്യം തലയാട്ടി ചിരിക്കുകയാണ് ചെയ്ത്. നീങ്ങ് വന്നേ, കുറച്ചുകൂടി റെഡിയാവാനുണ്ട്. ആദ്യം അവളെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ആദ്യേട്ടാ? സിന്ദൂരം എടുത്ത് തന്റെ നെറുകയിലേക്ക് കൈ ഉയർത്തിയവന്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ അവൾക്കൊപ്പം അവനും വിറച്ചു പോയിരുന്നു. അത്രമേൽ ആർദ്രമായിരുന്നു അവളുടെ സ്വരവും നോട്ടവും. ആദ്യ ആ മിഴിയാഴങ്ങളിലേക്ക് നോട്ടമാഴ്ത്തി. തിരയുന്നത് എന്തോ തേടി കണ്ടുപിടിച്ചൊരു നിർവൃതിയിൽ അവന്റെ ചുണ്ടിലും മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു. നിനക്ക് തീരെ ബ്യൂട്ടി സെൻസ് ഇല്ല കൃഷ്ണ, ഇത്രയും നന്നായി സാരി കൊടുത്തൊരുങ്ങിയിട്ട്. ആദ്യം അവളെ നോക്കി. എനിക്ക് ആഗ്രഹിക്കാൻ പേടിയാണ് ആദ്യേട്ടാ. വീണ്ടും അവളുടെ സ്വരം വിറച്ചു. ഞാൻ നിങ്ങളെ തീവ്രമായി സ്നേഹിച്ചു പോകുമോ എന്നൊരു ഭയമായിരുന്നു അവൻ ആ മുഖനിറയെ കണ്ടത്. കൈവിട് കൃഷ്ണ, നേരം പോണ്. ഏറ്റവും മൃദുവായിട്ടാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഞാൻ ഇട്ടോളാം. അത് പറയുമ്പോഴും അവനത് ചെയ്തിരുന്നെങ്കിലെന്ന മോഹമാണ് ആ മിഴികളിൽ നിറച്ചു വെച്ചത്. എങ്കിലത് അവിടെ വെച്ചുകൂടായിരുന്നോ? എന്ത് ചെയ്തില്ല? ആദ്യ കുസൃതിയാണ്. ഞാൻ ഓർത്തില്ല. പ്രിയ മുഖം കുനിച്ചു. ഇന്നത് മറക്കാനോ? പാടില്ലായിരുന്നു. അലിവോട് ആദ്യം പറയുമ്പോൾ അവളുടെ കൈകൾ അവന്റെ കയ്യിൽ നിന്നും വേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ശത്രുക്കളോട് പോലും ചെയ്യരുതാത്തത്രയും ക്രൂരത നിന്നോട് ചെയ്തവനാ രാജീവ് രാധാകൃഷ്ണൻ. എല്ലാ യാതൊരു പരാതികളാ നീ സഹിച്ചു. അവനോട് നീ ക്ഷമിച്ചു. പക്ഷെ ഒന്നും നീ മറക്കരുത് കൃഷ്ണ. പ്രിയയുടെ കണ്ണിലേക്ക് നോക്കിയത് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാവങ്ങളൊക്കെയും അവനിൽ നിന്നെങ്ങോ പോയി മറഞ്ഞിരുന്നു. പകരം അവിടെ വെറുപ്പിന്റെ ജ്വാലയാളുന്നു. കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു വീര്യം. ഇന്ന് അവന്റെ കല്യാണമാണ്. ലൈഫിൽ അവന് ഏറ്റവും സന്തോഷമായിരിക്കുന്ന ദിവസം. ഇന്ന് നിന്നെ കാണുമ്പോൾ, നിന്റെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ തോറ്റുപോയത് നീയല്ല, അവനാണെന്ന് അവന് തോന്നിപ്പിച്ചു കൊടുക്കുന്ന അത്രയും വലിയൊരു വിവാഹ സമ്മാനമൊന്നും നിനക്ക് അവന് കൊടുക്കാനില്ല.
നിന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുല്ലുവില തന്നവനോട് അത്രയെങ്കിലും നീ ചെയ്യണ്ടേ കൃഷ്ണ. ആദി ചിരിയോടെ അവളെ നോക്കി. പ്രിയ വേണമെന്ന് തലയാട്ടുമ്പോൾ എന്തിനോ ആ കണ്ണുകൾ കൂടി നിറഞ്ഞു. ഇത്രയും ആത്മാർത്ഥമായി അടുത്തൊന്നും ആരും അവളെ ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇനി പറയ്, നിനക്ക് ഈ സിന്ദൂരം വേണ്ടേ? ആദി വീണ് കൈ ഉയർത്തി. പ്രിയ അവന്റെ കണ്ണിലേക്ക് നോക്കി പതിയെ തലയാട്ടി. ആ നിമിഷം തന്നെ ആദിയുടെ ചുവന്ന വിരലുകൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു. എനിക്കെന്റെ മാല തിരികെ വേണമെന്ന് പറഞ്ഞിട്ടും നീ അത് തിരികെ തന്നില്ലല്ലോ കൃഷ്ണ. കയ്യിൽ പടർന്ന സിന്ദൂരം ഒരു തുണിയിൽ തുടക്കുന്നതിനിടെ വീണ്ടും ആദി ചോദിച്ചു. പ്രിയയുടെ മുഖം മങ്ങി. ഞാൻ അഴിച്ചെടുത്തോളാം, നീങ്ങി വന്നേ. അവളുടെ വിവരണമായ മുഖം കണ്ടിട്ടും ആദ്യം അവൾ അരികിലേക്ക് നീക്കി നിർത്തി. അഴിച്ചെടുക്കട്ടെ? അതിൻ്റെ കൊളുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ വേണ്ടെന്നെങ്ങനെ പറയുമെന്നോർത്തുകൊണ്ടാണ് പ്രിയ വേദനിച്ചത്. അവൻ്റെ ആവശ്യം ന്യായമാണ്. പറയൂ കൃഷ്ണ. ആദി വീണ്ടും അവളെ നോക്കി. അത്രയും അരികെ അവൻ. പ്രിയക്കൊന്ന് പുറകിലേക്ക് നീങ്ങി നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാന്തം പോലെ ഒരുവൻ പിടിച്ചു നിർത്തിയതുപോലെ അവൾക്ക് അനങ്ങാനായില്ല. എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് കൃഷ്ണ. വളരെ പതിയെ ആ കൊളുത്തകത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ പ്രിയയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. വേവലാതിയോടെ അവൾ അവനെ നോക്കി. അവൻ്റെ നോട്ടം പക്ഷേ മാലയിലാണ്. അതെല്ലാം നേടിയെടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പ്രിയ അപ്പോഴും മിണ്ടിയില്ല. സാവധാനം ആ കൊളുത്തകത്തി ആദ്യ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടൊരു കുഞ്ഞ് ജ്വല്ലറി ബോക്സ് കയ്യിലെടുത്തു. നേർത്തൊരു ചിരിയോടെ അവൻ വാങ്ങിയ താലി ലോക്കറ്റിൽ നിന്ന് എടുക്കുന്നതും ആ മാലയിലേക്ക് അവനത് കോർത്തെടുക്കുന്നതും നോക്കി നിൽക്കെ പ്രിയയുടെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കയ്യിലേക്ക് ഇറ്റി വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.